MEKG സെന്റർ ആക്രമണ കേസിൽ തന്നെ കുടുക്കാൻ ശ്രമിച്ചെന്ന് CPIM പാളയം ബ്രാഞ്ച് സെക്രട്ടറി IP ബിനു. ആദ്യ അന്വേഷണ സംഘം ശരിയായ രീതിയിലല്ല അന്വേഷിച്ചത്. ചില മാധ്യമങ്ങളിൽ താനാണ് പ്രതി എന്ന രീതിയിൽ വാർത്ത വന്നു. അന്വേഷിച്ചപ്പോൾ പോലീസിൽ നിന്ന് കിട്ടിയ വിവരമെന്നാണ് മറുപടി ലഭിച്ചതെന്നും IP ബിനു 24നോട് പറഞ്ഞു. AKG സെന്റർ ആക്രമണ കേസിൽ ബിനുവിനെ കുടുക്കാൻ പോലീസ് ശ്രമിച്ചെന്ന് PV അൻവർ ഫേസ്ബുക്കിലൂടെ ആരോപിച്ചിരുന്നു. പോലീസിലെ ഒരു വിഭാഗം പുഴുക്കുത്തുകൾക്കെതിരെ നിലമ്പൂർ MLA PV അൻവർ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. അതിൽ അദ്ദേഹം ഇന്ന് ഫേസ്ബുക്കിലിട്ട പ്രധാനപ്പെട്ട ഒരു പോസ്റ്റുണ്ട്. AKG സെൻറ്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട് അന്ന് CPIMൻ്റെ പാളയം ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന IP ബിനുവിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് പോലീസിലൊരു വിഭാഗമായിരുന്നു. അത് ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. അദ്ദേഹത്തെ IP ബിനു നമുക്കൊപ്പമുണ്ട്. PV അൻവറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങ് കണ്ടു കാണുമെന്ന് ശ്രദ്ധിക്കുന്നു. അദ്ദേഹം പറയുന്നത് അങ്ങേക്കെതിരെ ഈ ആരോപണം ഉന്നയിക്കുന്നതിൽ പങ്കുവച്ചതിൽ പോലീസിലൊരു വിഭാഗം ഉണ്ടെന്നാണ്. അല്ല, ആദ്യത്തെ അന്വേഷണത്തിനകത്ത് യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല. അത് എങ്ങനെയോ മാധ്യമങ്ങൾ, അതായത് ഓൺലൈൻ ചാനൽ മറുനാടൻ മലയാളി, പിന്നീട് ജനൻ TV, അത് എന്നിലേക്ക് ഞാനാണ് പ്രതി എന്നുള്ളത് തീരുമാനിക്കുകയായിരുന്നു. അവർ പറഞ്ഞത് പോലീസിനകത്തു നിന്നുള്ള വിവരം കിട്ടിയിട്ടാണ് അവർ അങ്ങനെ വാർത്ത ചെയ്തെന്നുള്ളതാണ് അവർ ചില അന്ന് വാർത്ത ചെയ്ത മാധ്യമങ്ങൾ പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ അതിൽ പോലീസ് ക്രൈം ബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ യഥാർത്ഥ പ്രതികളെ, സത്യസന്ധമായ അന്വേഷണ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. ഏകദേശം 2-3 മാസക്കാലം ഇത് ഞാനാണ് പ്രതി എന്നുള്ള രീതിയിലുള്ള ഒരു വേട്ടയാടൽ നടന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. താങ്കൾക്കും കുടുംബത്തിനുമെതിരെ അത്തരത്തിൽ വലിയ വേട്ടയാടൽ നടന്നു എന്നാണ് PV അൻവർ പറയുന്നത്. അതെ, അത് യാഥാർത്ഥ്യമായാണ്. ഞാൻ അത് ഫേസ്ബുക്കിനകത്തെല്ലാം ആ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു. അന്ന് അതിനെതിരെ ഇത് ഇങ്ങനെ ഒരു വേട്ടയാടൽ സംഭവം നടന്നത് തന്നെ അന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണ സാഹു ഇതിനെതിരെ വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട്.